ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഷെയാനെ വിളിക്കാനായിട്ട് റോഡിൽ നിൽക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഷെയാൻ്റെ ബസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ, അവിടുന്ന് കാണാൻ പറ്റും ബസ് വരുന്നത്. അപ്പോൾ ഷെയാൻ്റെ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ബസ് എത്തി, ഷെയാൻ ഇറങ്ങി. ഷെയാൻ നേരെ കടയിലേക്ക് കയറി. ബിങ്കോ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബിങ്കോ വേണ്ട, ചെറിയൊരു മിഠായി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം കൊച്ചിന് അസുഖങ്ങളൊക്കെ വരുന്നതാണല്ലോ കുട്ടികൾക്കൊക്കെ. അതുകൊണ്ട് ഞാനൊരു ചെറിയ മിഠായി 2 വാങ്ങിച്ചു കൊടുത്തു. ചോക്ലേറ്റ് ഒക്കെ ആണല്ലോ, എക്ലേസ് ആണല്ലോ എന്നും നമ്മൾ ചെറുപ്പം തൊട്ടേ കഴിച്ചത്. അപ്പോൾ അത് മോന് മേടിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ വഴി കൂടെ നടന്നു. ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഷെയാനങ്ങ് ഓടും. ഞാൻ അവനെ ഓപ്പോസിറ്റിൽ കടത്തിയിട്ട് നടക്കുമ്പോൾ മുനങ്ങ് ഓടിപ്പോവും. അപ്പോൾ അവന് വഴിയൊക്കെ അറിയാം. പിന്നെ റോഡല്ല, നമ്മൾ ചെറിയ വഴിയൊക്കെ ആയതുകൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവനവിടെ കുറച്ച് ദൂരെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേസ് വീട്ടിലോട്ട്. നമുക്ക് അധികം നടപ്പില്ല, ബസ് വരുന്ന സ്ഥലത്ത് നിന്ന് അധികം നടപ്പില്ല കേട്ടോ. വീട്ടിലെത്തി. ഷെയാന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും സ്നാക്സൊന്നും കൊടുക്കാറില്ല. മോന് ഫ്രൂട്ട്സും അതുപോലെ നട്ട്സൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് കുറേ നാൾ കൂടി ഞങ്ങൾ മേടിച്ചതാണ് കേട്ടോ. മിഠായി കുറച്ചു, അതുപോലെ എൻ്റെ സ്നാക്സ് കാര്യങ്ങളൊക്കെ കുറച്ചു. ഇപ്പോൾ ഫ്രൂട്ട്സ് നട്ട്സൊക്കെയാണ്. അവിടെ എൻ്റെ കൂട്ടുകാരൻ വന്നു പറഞ്ഞിട്ട് ഓടിയതാണ് കേട്ടോ. പിന്നെ മോനെ റെഡിയാക്കി, പള്ളിയിൽ പോകാൻ റെഡിയാക്കി കേട്ടോ. അങ്ങനെ ഷെയാൻ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, പള്ളിയിലേക്കാണ്. മോൻ എൻ്റെ പുറകിലുണ്ട് കേട്ടോ. ഫ്രണ്ടിലോട്ട് ആൾ കയറിയിട്ടുണ്ട്. ഷെയാൻ ഓടിക്കൊണ്ടിരിക്കുക. ഈ വഴി മൊത്തവും ഷെയാൻ ഓടിക്കൊണ്ടിരിക്കും. റോഡിൽ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ പിടിക്കും. ഞാൻ വഴക്ക് പറഞ്ഞിട്ടാണ്. അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടെന്ന്, ഷെയാൻ്റെ ഫ്രണ്ടാണേ. ഷെയാൻ ഇങ്ങനെ നടക്കുവാണ്. ഈ വഴിയിലൂടെയൊക്കെ ഷെയാൻ ഓടിപ്പോവാറുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഇടവഴിയാണ്, ആരും വരാനൊന്നുമില്ല. ഷെയാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ നോക്കി. വഴി കൂടെ പോകുമ്പോൾ അയൽവക്കക്കാരെയൊക്കെ ഇത്താന്നൊക്കെ വിളിച്ച് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഷെയാൻ പോകുന്നത്. അച്ചുക്കാനെ വിളിച്ച് അല്ലേ. നമ്മുടെ പള്ളി എത്തിയിരിക്കുകയാണ്. ഷെയാൻ പറഞ്ഞു ഉമ്മച്ചി ഇവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് കയറിക്കോളാം, പള്ളിയിലോട്ട് കയറിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ പള്ളിയിലോട്ട് വിട്ടിട്ട് അവൻ കാണാതെ മാറി നിന്ന് നോക്കി. അവിടെ കയറി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ തിരിച്ചു പോയത് ഗൈസ്. അങ്ങനെ ഷെയാൻ എന്നോട് പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് വിട്ടു. അവന് പള്ളിയിൽ കയറി, ക്ലാസ്സിൽ കയറിയിരിക്കുന്നതും ഉസ്താദ് കൈ പിടിച്ച് കയറ്റുന്നതും കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഷെയാൻ്റെ പള്ളി തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ മോനെ വിളിക്കണം. അപ്പോൾ മോൻ്റെ എല്ലാം കഴിഞ്ഞ് വിളിച്ച് വന്നിട്ടുണ്ട്. ഷെയാൻ്റെ പഠിത്തമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഷെയാൻ കുറച്ച് മലയാളം ഉണ്ടേ, അത് വായിക്കാൻ പോവാണേ. വായിക്ക്. കുറുമിച്ചിട്ട് വായിക്ക്. നല്ല ചെടി, പാവു ആമ, പാവു ആട്, പാവം പുഴു, പാവം പാവം എന്താ അത്? വണ്ട്, പാവം ആന. ഓക്കെ. എന്തുവാ?
വെരി ഗുഡ്. ഓക്കെ. ഇത് ഇരുട്ടായിട്ട് കാണാൻ പറ്റുന്നില്ലടാ. ഇരുട്ടായിട്ടാ. മോൻ ഇവിടെ വന്ന് എഴുതിക്ക്. ഉച്ചയ്ക്ക് ഇതൊന്ന് പിടിക്കാനായിരുന്നു. ഷാപ്പുണ്ട് ടീച്ചർക്ക് ഇട്ട് കൊടുക്കണ്ടേ. ആ ഉം. A ഉം. P ഉം. P ഉം. L ഉം. M ഈ എന്തുവാ? ആപ്പിൾ. വെരി ഗുഡ്. ഗുഡ് ബോയ് ആണേ. M ഉം. A ആ. N ഉം. G ഉം. O. ആ. മച്ചി ആ. വലിയ ഓട്ടിട്ട് ചെറിയ ഓടണം. ഉം. അന്നത്ത് ആ. 2 അറിഞ്ഞ് ആ ഓട്ടത്തില് ആ. ഇങ്ങനെ കളിക്കണം. എടാ. ആ അപ്പൊ അതെന്തുവാ അത്? ആപ്പിൾ ആ. മാംഗോ ആ. ആപ്പിൾ മാംഗോ ആപ്പിൾ മാംഗോ ആപ്പിൾ വെരി ഗുഡ്. വെരി ഗുഡ്. സ്മാർട്ടാണേ. ഷാപ്പു ഉമ്മച്ചിയുടെ പൊന്നെ. ഉമ്മച്ചിനെ പോലെ നല്ല കുട്ടിയാണ് കേട്ടോ ഷാപ്പു. അപ്പോൾ ഗൈസ് ഷേൻ്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ വാപ്പി വന്നു. വാപ്പി ഷേൻ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും മിഠായിയും നല്ല ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഷേനെല്ലാം കഴിഞ്ഞ് അത് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ആണത്. പിന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ആയിട്ട് തോന്നുന്നുണ്ടോ ഗൈസ്? ഓഫ് കോഴ്സ് ചിലവരുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് തറച്ചു കയറുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനും തിരുത്തി മുന്നോട്ട് പോകാനും തയ്യാറായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ തറച്ചു കയറുന്ന വാചകങ്ങൾ പറഞ്ഞ് അത്രയും വിഷമിച്ച ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. ബട്ട് ഒരു റിവഞ്ചായിട്ട് ഞാനത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ എവിടെയാണോ സ്റ്റക്കായത് അവിടെ നിന്ന് ഞാൻ ഉയർന്ന് എന്നെ പറഞ്ഞവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കും. തോൽക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു അതിലെല്ലാം വിജയങ്ങൾ ഞാൻ കൊണ്ടുവന്നു. എനിക്കൊരു വാശി കയറിക്കഴിഞ്ഞാൽ അതിൽ എന്നെ പിറകോട്ട് വലിക്കാൻ ആർക്കും പറ്റില്ല. അവിടെ ജയം കണ്ടിട്ടേ ഞാനിരിക്കും. അങ്ങനൊരു രീതിയാണ് എൻ്റെ. ഒരുപാട് ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഞാൻ. ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ ഒരുപാട് അച്ചീവ്മെൻറ്റ് ചെയ്തിരുന്നു. എൻ്റെ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് കാരണം മാത്രമാണ് ഞാൻ ഡൗൺ ആയത്. അത് എന്നെ അറിയാവുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ അറിയാം എൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. എൻ്റെ ചെറുപ്രായത്തിൽ ഒരു പെണ്ണിനെ കൊണ്ട് ചെയ്യാവുന്നതിൽ മാക്സിമം അങ്ങേയപ്പുറം എയിം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നീട് എൻ്റെ ലൈഫിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളുമാണ് ഞാൻ ഒരുപാട് ഡീപ്ലി ഞാൻ ലൈഫിൽ ഒരു പെണ്ണിന് ഇത്രയൊക്കെ സാധിക്കുമോ എന്ന് പല ആളുകൾ എന്നെ കണ്ട് ചോദിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ വളരെയധികം ഡൗണായി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാനത് റിവഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കും. എന്നെ പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ നെഞ്ചിൻ്റെ അകത്താണ് തളച്ചിരിക്കുന്നത്. അതിനെ എടുത്ത് കളയാൻ ആർക്കും സാധിക്കത്തില്ല. ഞാൻ എന്നെ പറഞ്ഞവരുടെ മേലിൽ കയറാനാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ലൈഫിൽ ഇതെന്നും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ കുറച്ച് ദിവസം വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഒരു സൺഡേ വരെ ഉണ്ടായിരിക്കും.
മൺഡേ ഞാൻ ജോലിക്ക് കയറും. അപ്പോൾ ഗൈസ് ഇപ്പം ഇത്രയാണ് എൻ്റെ വീഡിയോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.